അല്ല ഇതെന്ത് പോക്കാണ് രേണുസുതി? ഞാൻ പറഞ്ഞതല്ല കേട്ടോ. രേണുസുതിയായിട്ട് അല്ലെങ്കിൽ രേണു ചേച്ചിയായിട്ട് ഞാൻ ഒരു ആൽബം അഭിനയിച്ച സമയത്ത് എനിക്ക് വരാത്ത തെറി ഉണ്ടായിരുന്നില്ല. കരിമിഴി കണ്ണ എന്നുള്ള ആൽബത്തിലാണ് ഈ മൂപ്പരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആളിനെ കണ്ടപ്പോൾ എനിക്ക് നല്ല ക്യാരക്ടർ തോന്നി, എനിക്ക് ആളുടെ ഒരു ക്വാളിറ്റി തോന്നി. പക്ഷെ ആ ക്വാളിറ്റി ആ വീഡിയോ കാണുന്ന ആൾക്കാർക്കും ഈ രേണുസുതി എന്ന വ്യക്തിനെ അറിയാത്ത ആൾക്കാർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പച്ചയ്ക്ക് തെറി കേട്ടൊരു മനുഷ്യനാണ് ഞാൻ അപ്പോഴൊക്കെ രേണുസുതി. എനിക്ക് പല ആൾക്കാരുടെയും കമന്റ് ആയിരുന്നു, ഈ തള്ളേന്റെ ഒപ്പം നീ എന്തിനാണ് അഭിനയിക്കുന്നത്, നിനക്ക് വേറെ പെണ്ണുങ്ങളെ കിട്ടില്ലേ, ഇവർക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത്, അവർക്ക് എന്ത് ഇതാ ഉള്ളത് എന്നുള്ളത്. ആ വ്യക്തി ബിഗ് ബോസിൽ കയറിയ ശേഷം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ബിഗ് ബോസിൽ കയറി കപ്പടിച്ച വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ ആ ടോപ്പ് 5 വന്ന വ്യക്തികളുണ്ട്. അവർക്കും കൂടി കിട്ടാത്ത ഒരു റീച്ച്, അല്ലെങ്കിൽ അവർക്കും കൂടി കിട്ടാത്ത ഓരോ വർക്ക്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഈ ബിഗ് ബോസിൽ നിന്ന് കപ്പടിച്ച ആൾക്കാരും ഈ ടോപ്പ് 5 വന്ന ആൾക്കാരും എത്ര ആൾക്കാർ ദുബായ് പ്രോഗ്രാംസിലും അതുപോലെ തന്നെ വിദേശ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെറും ബിഗ് ബോസിൽ നിന്ന് സ്വന്തം എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ആള് ഇപ്പൊ ബിസി. ആ ചേച്ചിനെ പോലീസ് സ്റ്റേഷൻ കയറ്റിയ ആൾക്കാരുണ്ട്, ആ ചേച്ചിനെ ഒരുപാട് കേസിൽ കുടിക്കിയ ആൾക്കാരുണ്ട്, എന്തൊക്കെ ആൾക്കാരുണ്ട്. ഇപ്പൊ ആ സ്റ്റേജിൽ, ആ ദുബായ് പ്രോഗ്രാമിലെ സ്റ്റേജിൽ ഇത്രയും കോൺഫിഡന്റോടെ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പാട്ട് പാടി അല്ലെങ്കിൽ ഇത്രയും ലെവലിൽ പിന്നെ അവർക്ക് സമ്മതിക്കുന്ന വേണ്ടേ. ഞാൻ സത്യം ഈ വീഡിയോ എടുക്കാനുള്ള കാരണം അത്രമാത്രം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം അത്രമാത്രം തെറി, അത്രമാത്രം എനിക്ക് ഓരോ ദിവസങ്ങളിൽ എനിക്കും ഫാമിലി എല്ലാവർക്കും പറഞ്ഞു ഇവരിലൊക്കെ ഇപ്പൊ എന്തിനാ അഭിനയിക്കുന്നു. അപ്പോഴും ഞാൻ ഈ പറയുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ വ്യക്തി, ആ രേണുസുതി എന്ന ആ ആളിൽ കണ്ട ഒരു എന്താ പറയുക, ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിയാണ് ആ ചേച്ചിന് ഇത്ര ഉയരങ്ങളിൽ എത്തിച്ചത്. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്, ബിഗ് ബോസിൽ ഇറങ്ങിയതിന് ശേഷം പ്രതീക്ഷ നിന്നെ ആ ചേച്ചി ഒരു തവണ പോലും കോൺടാക്ട് ഉണ്ടോ, നിങ്ങൾ ഒരു പിന്നീട് കണ്ടിട്ടില്ല, നിന്നെയൊക്കെ അവർ മറന്നു എന്നുള്ളത്. അതും ഞാൻ പറയുന്നല്ലോ, അത് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ആ ചേച്ചിക്ക് തിരക്കുണ്ട്, ചേച്ചി ഫ്രീ ആകുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കേണ്ടതാണ്. ഇന്നലെയും കൂടി മെസ്സേജ് അയച്ചിട്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ സംഭവങ്ങൾ.